കുട്ടികളെ അടുത്ത ടോപ്പിക്ക് പറയാം. ഇംപ്ലിക്കേഷൻസ്. ഇംപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇംപ്ലൈസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇതുണ്ടെങ്കിൽ അതുണ്ട് എന്ന് പറയുന്നത്, അതാണ് ഇംപ്ലിക്കേഷൻ. ഇഫ് ദെൻ, അതാണ് അതിൻ്റെ ഫോം കേട്ടോ. ഇഫ് എ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കേഴ്സ് ദെൻ അനദർ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കർ, അതാണ് പറയുക. ഒന്ന് സംഭവിച്ചാൽ മറ്റേത് സംഭവിക്കും എന്ന് പറയുന്നതാണ് ഇഫ് ദെൻ. അതിൻ്റെ നൊട്ടേഷൻ ശ്രദ്ധിച്ചോ. ഹിയർ വി ഡിസ്കസ് ഇഫ് ദെൻ, ഇതിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇഫ് പി ദെൻ ക്യൂ, രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് പിയും ക്യൂവും. പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട്, അതാണ് അർത്ഥം കേട്ടോ. ഇഫ് പി ദെൻ ക്യൂ ഈസ് സെയിം ആസ് പി ഇംപ്ലൈസ് ക്യൂ. അതിനെ പി ഇംപ്ലൈസ് ക്യൂ എന്നാണ് പറയുക. ഡിനോട്ടഡ് ബൈ പി, ആരോ ഇടുന്നു, ഇതാണ് ഇംപ്ലൈസ്. ഇംപ്ലൈസിൻ്റെ സിമ്പലാണ് ഇത് കേട്ടോ. പി ഇംപ്ലൈസ് ക്യൂ. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ദെൻ രൂപത്തിലാണെങ്കിൽ, ഇഫ് പി ദെൻ ക്യൂ രൂപത്തിലാണെങ്കിൽ അതിന് രണ്ട് രീതിയിൽ മാറ്റി എഴുതാം. ഒന്ന് കോൺവേഴ്സും പിന്നൊന്ന് കോൺട്രാ പോസിറ്റീവ്. അതാണ് നമുക്ക് ആവശ്യം വരിക കേട്ടോ, കോൺവേഴ്സും കോൺട്രാ പോസിറ്റീവ്. അടുത്ത ഹെഡിങ് അതാണ്, കോൺട്രാ പോസിറ്റീവ് ആൻഡ് കോൺവേഴ്സ്. കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പി ദെൻ ക്യൂ രൂപത്തിലാണെങ്കിൽ, പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട് എന്നാണ് അർത്ഥം. പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട്. കോൺട്രാ പോസിറ്റീവ് പറയുമ്പോൾ ക്യൂ ഇല്ലെങ്കിൽ പി ഇല്ല, തിരിച്ചു പറയുന്നു ഇല്ല എന്നുള്ളതും കൂടി ചേർത്തിട്ട്. അപ്പോൾ പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട് എന്നുള്ളതിൻ്റെ കോൺട്രാ പോസിറ്റീവാണ് ക്യൂ ഇല്ലെങ്കിൽ പി ഇല്ല. മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. ഇഫ് പി ദെൻ ക്യൂ, ദ കോൺട്രാ പോസിറ്റീവ് ഈസ് ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. കോൺട്രാ പോസിറ്റീവ് എന്ന് പറയുന്നതാണ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. ശരിക്കും മനസ്സിലാക്കണം. പി ഉണ്ടെങ്കിൽ ക്യൂ ഇല്ല ഉണ്ട് എന്ന് പറഞ്ഞാൽ ക്യൂ ഇല്ലെങ്കിൽ പി ഇല്ല, അതാണ് കോൺട്രാ പോസിറ്റീവ്. കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച് പറയുക. പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ തിരിച്ച് ക്യൂ ഉണ്ടെങ്കിൽ പി ഉണ്ട്, അതാണ് കോൺവേഴ്സ്. കോൺവേഴ്സും കോൺട്രാ പോസിറ്റീവും മനസ്സിലാക്കി പഠിക്കുക. ഇഫ് പി ദെൻ ക്യൂ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺവേഴ്സ് എന്ന് പറയുന്നത് ഇഫ് ക്യൂ ദെൻ പി. ഇഫ് പി ദെൻ ക്യൂവിൻ്റെ കോൺവേഴ്സാണ് ഇഫ് ക്യൂ ദെൻ പി. കോൺട്രാ പോസിറ്റീവാണ് ഇഫ് നോട്ട് ക്യൂ ദെൻ നോട്ട് പി. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നേരെ തിരിച്ചെഴുതിയ കോൺവേഴ്സ്, തിരിച്ചെഴുതുമ്പോൾ നോട്ട് ചേർത്ത് എഴുതിയാൽ കോൺട്രാ പോസിറ്റീവ്. മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: പി ഇംപ്ലൈസ് ക്യൂ, അതിൻ്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇംപ്ലൈസ് പി. പി ഇംപ്ലൈസ് ക്യൂവിൻ്റെ കോൺട്രാ പോസിറ്റീവ് പറഞ്ഞാൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി, നോട്ട് ക്യൂ ഇംപ്ലൈസ് നോട്ട് പി. എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും. റൈറ്റ് ദ കോൺവേഴ്സ് ഓഫ് ദ ഫോളോവിങ്. ഇഫ് എ നമ്പർ n is even, then n square is even. ഇഫ് എ നമ്പർ n is even, then n square is even. n ഈവൺ ആണെങ്കിൽ n square ഈവൺ ആണ്. ഇതാണ് പി, ഇതാണ് ക്യൂ. കോൺവേഴ്സ് പറയുമ്പോൾ ക്യൂ ആദ്യം പറയണം. ഇഫ് പറഞ്ഞിട്ട് ക്യൂ പറയുക, n square is even. ദെൻ കഴിഞ്ഞിട്ട് പി പറയുക, n is even. n square ഈവൺ ആണെങ്കിൽ n ഈവൺ ആണ്. ആദ്യം പറഞ്ഞത് n ഈവൺ ആണെങ്കിൽ n square ഈവൺ, തിരിച്ച് പറയുമ്പോൾ n square ഈവൺ ആണെങ്കിൽ n ഈവൺ ആണ്. ഇഫ് എ നമ്പർ n is even, then n square is even. കോൺവേഴ്സ് ഇഫ് n square is even, then n is even. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇഫ് യു ഡു ഓൾ എക്സസൈസ് ഇൻ ദ ബുക്ക്, ദെൻ യു ഗെറ്റ് A+. ഈ ബുക്കിലെ എല്ലാ എക്സസൈസും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടും. തിരിച്ച് നിങ്ങൾക്ക് A+ കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എല്ലാ പ്രോബ്ലം ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം കേട്ടോ. ഇഫ് യു ഗെറ്റ് A+, ദെൻ യു ഹാവ് ഡൺ ഓൾ എക്സസൈസ് ഇൻ ദ ബുക്ക്. ഇഫ് കഴിഞ്ഞിട്ട് യു ഗെറ്റ് A+ എഴുതുക, ദെൻ കഴിഞ്ഞിട്ട് യു ഡൺ ഓൾ എക്സസൈസ് ഇൻ ദ ബുക്ക് എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് the sum of digits of a number is divisible by 3, then the number is divisible by 3. ഒരു ഡിജിറ്റിൻ്റെ നമ്പറുകളുടെ സമ്മ് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ നമ്പറിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. തിരിച്ച് പറയുമ്പോൾ ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 3, then the sum of digits is divisible by 3. ഒരു നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ സം ഓഫ് ഡിജിറ്റിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആണ് കോൺവേഴ്സ്. ഇനി കോൺട്രാ പോസിറ്റീവ് ശ്രദ്ധിച്ചോ. റൈറ്റ് കോൺട്രാ പോസിറ്റീവ് ഓഫ് ദ ഫോളോവിങ്.
കോൺട്രാ പോസിറ്റീവ് പറയുമ്പോൾ നോട്ട് ചേർക്കണം കേട്ടോ. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 9 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. ഒരു നമ്പറിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. തിരിച്ച് പറയുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 3 ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 9. ഇഫ് കഴിഞ്ഞിട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 3 അതാണ് എഴുതേണ്ടത്. ദെൻ കഴിഞ്ഞിട്ട് നോട്ട് ഡിവിസിബിൾ ബൈ 9 നോട്ട് ചേർക്കണം കേട്ടോ. ഇഫ് യു ആർ ബോൺ ഇൻ ഇന്ത്യ ദെൻ യു ആർ എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. If you are not a citizen of India, then you were not born in India. If a triangle is equilateral, then it is isosceles. If a triangle is not isosceles, then it is not equilateral. അപ്പോൾ നോട്ട് ചേർത്ത് തിരിച്ച് പറയുമ്പോൾ നോട്ട് ചേർത്താൽ കോൺട്രാ പോസിറ്റീവ്, വെറുതെ തിരിച്ച് പറഞ്ഞാൽ കോൺവേഴ്സ്. മനസ്സിലാക്കി പഠിക്കുക, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ചോദിക്കും. എക്സസൈസ് 14.4 2ഉം 3ഉം ഹോംവർക്ക് കേട്ടോ. ഇനി കുറച്ച് പ്രൂഫാണ്. ആ പ്രൂഫും കൂടി പറഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ കഴിയും കേട്ടോ. വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഒരു തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ആ പ്രൂവ് ചെയ്യാൻ 2 മെത്തേഡുണ്ട്. ഒന്ന് ഡയറക്റ്റ് മെത്തേഡും പിന്നെ ഒന്ന് കോൺട്രാ പോസിറ്റീവ് മെത്തേഡും. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പി ദെൻ ക്യൂ രൂപത്തിലാണ്. ഇഫ് പി ദെൻ ക്യൂവിൻ്റെ അർത്ഥം പി ഉണ്ടെങ്കിൽ ക്യൂ ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് പറയുമ്പോൾ പി ശരിയാണെങ്കിൽ ക്യൂ ശരിയാണ് എന്ന് തെളിയിക്കണം. കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇല്ലെങ്കിൽ പി ഇല്ല എന്നാണ്. അപ്പോൾ ക്യൂ തെറ്റാണെങ്കിൽ പി തെറ്റാണ് എന്ന് തെളിയിക്കണം. അതാണ് റൂള്. പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇൻ ഓർഡർ ടു പ്രൂവ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് പി ദെൻ ക്യൂ ദർ ആർ 2 മെത്തേഡ്സ്, ഡയറക്റ്റ് മെത്തേഡ്, കോൺട്രാ പോസിറ്റീവ് മെത്തേഡ്. ഡയറക്റ്റ് മെത്തേഡ് അസ്യൂമിങ് പി ഈസ് ട്രൂ പ്രൂവ് ദാറ്റ് ക്യൂ ഈസ് ട്രൂ. കോൺട്രാ പോസിറ്റീവ് മെത്തേഡ് assuming Q is false, prove that P is false. Q തെറ്റാണെങ്കിൽ P തെറ്റാണെന്ന് പ്രൂവ് ചെയ്യുക. 2 പ്രോബ്ലം ചെയ്യാം. If x and y are odd integers, then xy is odd. അപ്പോൾ if x and y are odd integers, then xy is odd. എക്സും വൈയും ഓഡ് ഇൻറ്റിജർ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റ് ഓഡാണ്. അപ്പോൾ P എന്ന് പറയുന്നതാണ് x and y are odd integers, Q എന്ന് പറയുന്നതാണ് xy is odd. ഇത് ഡയറക്റ്റ് മെത്തേഡിലും പ്രൂവ് ചെയ്യണം, കോൺട്രാ പോസിറ്റീവ് മെത്തേഡിലും പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം പിയും ക്യൂവും എഴുതി. പി എക്സ് ആൻഡ് വൈ ആർ ഓഡ് ഇൻറ്റിജേഴ്സ്, ക്യൂ എക്സ് വൈ ഈസ് ഓഡ്. ഡയറക്റ്റ് മെത്തേഡിൻ്റെ റൂള് പറഞ്ഞു പി ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ ആർ ഓഡ്. ഓഡ് നമ്പർ വന്ന സ്റ്റാൻഡേർഡ് ഫോമാണ് 2n+1. അപ്പോൾ എക്സിന് 2m+1 എഴുതി, വൈന് 2n+1 എഴുതി. നമുക്ക് എക്സ് ഇൻറ്റു വൈ ഓഡാണെന്ന് പ്രൂവ് ചെയ്യണം. എക്സ് ഇൻറ്റു വൈ കണ്ടുപിടിച്ചു. 2m+1 × 2n+1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ 4mn + 2m + 2n+1. ഇതെല്ലാം ഈവൺ നമ്പറാണ്. ഒരു ഈവൺ നമ്പറിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ ഉറപ്പായിട്ടും അത് ഓഡായിരിക്കും. വിച്ച് ഈസ് ഓഡ്. ദെർഫോർ ക്യൂ ഈസ് ട്രൂ. അപ്പോൾ പി ശരിയാണെങ്കിൽ ക്യൂ ശരിയാണ്. കോൺട്രാ പോസിറ്റീവ് മെത്തേഡിൽ അസ്യൂം ക്യൂ ഈസ് ഫാൾസ്, ക്യൂ ശരിയല്ല എന്നെടുത്തു. ക്യൂ എന്ന് പറഞ്ഞാൽ എക്സ് വൈ ഓഡാണെന്നാണ്. എക്സ് വൈ ഓഡല്ല എന്നാണ് നമ്മൾ എടുത്തത്. എക്സ് വൈ ഈസ് നോട്ട് ഓഡ്. ഓഡല്ലെങ്കിൽ പിന്നെ എന്തേ ആവുള്ളൂ? ഈവണേ ആവുള്ളൂ. എക്സ് വൈ ഈസ് ഈവൺ. 2 നമ്പർ മൾട്ടിപ്ലൈ ചെയ്താൽ ഈവൺ കിട്ടണമെങ്കിൽ ഒന്നുകിൽ 2ഉം ഈവൺ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരാളെങ്കിലും ഈവൺ ആയിരിക്കണം, നിർബന്ധമാണ്. 2 × 3 6 വരും, 2 × 2 4 വരും. അപ്പോൾ 2ഉം ഈവൺ ആവണം, അല്ലെങ്കിൽ ഒരാളെങ്കിലും ഈവൺ ആയാൽ മാത്രമേ പ്രോഡക്റ്റ് ഈവൺ ആവുള്ളൂ. വിച്ച് മീൻസ് ദാറ്റ് എയ്തർ എക്സ് ഓർ വൈ ഈസ് ഈവൺ ഓർ ബോത്ത് ആർ ഈവൺ. അപ്പോൾ 2ഉം ഈവൺ അല്ലെങ്കിൽ ഒരാൾ ഈവൺ. പക്ഷെ നമ്മുടെ കണ്ടീഷൻ 2ഉം ഓടുന്നാണ്. അപ്പോൾ എക്സും വൈയും ഓടല്ല എന്ന് കിട്ടി. നമുക്ക് കിട്ടിയത് ഓടല്ല എന്നാണ്. അപ്പോൾ പി തെറ്റാണെന്ന് കിട്ടി. പി പറഞ്ഞത് എക്സ് വൈ ഓടുന്നല്ലേ. അപ്പോൾ ശരിക്കും മനസ്സിലാക്കുക, ക്യൂ തെറ്റാണെന്ന് എടുത്തു. എക്സ് ഇൻറ്റു വൈ നോട്ട് ഓടുന്ന് എടുത്തു. എക്സ് ഇൻറ്റു വൈ നോട്ട് ഓടാണെങ്കിൽ എക്സ് ഇൻറ്റു വൈ ഈവൺ ആയിരിക്കും. 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് ഈവൺ ആവണമെങ്കിൽ 2ഉം ഈവൺ ആവണം, അല്ലെങ്കിൽ ഒരാളെങ്കിലും ഈവൺ ആവണം. അപ്പോൾ എക്സും വൈയും ഓട് എന്നുള്ളതല്ല കിട്ടിയത്, നോട്ട് ഓടുന്നാണ് കിട്ടിയത്. നോട്ട് ഓടുന്ന് പറഞ്ഞാൽ ആര് ശരിയല്ല? പി ശരിയല്ല. ക്യൂ ശരിയല്ലെങ്കിൽ പി ശരിയല്ല. അടുത്ത പ്രോബ്ലം ശ്രദ്ധിച്ചോ. പ്രൂവ് ബൈ ഡയറക്റ്റ് മെത്തേഡ് ഇഫ് n ഈസ് ഈവൺ ദെൻ n² ഈസ് ഈവൺ. n ഈവൺ ആണെങ്കിൽ n² ഈവൺ. അപ്പോൾ പി എന്ന് പറയുന്നതാണ് n ഈവൺ, ക്യൂ എന്ന് പറയുന്നതാണ് n² ഈവൺ. അപ്പോൾ പിയും ക്യൂവും എടുത്തെഴുതി. n ഈവൺ ആണ് എന്ന് പറഞ്ഞാൽ 2ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പോൾ n 2x. n 2x ആണെങ്കിൽ n-നെ സ്ക്വയർ ചെയ്താൽ 4x². 4ൻ്റെ മൾട്ടിപ്പിൾ വന്നാൽ തന്നെ ഉറപ്പായിട്ട് ഈവൺ ആയിരിക്കും. അപ്പോൾ ക്യൂവും ഈവൺ ആയിരിക്കും. ക്യൂ ട്രൂ ആണെന്ന് കിട്ടിയില്ലേ? ക്യൂ ഈസ് ട്രൂ.
ഇഫ് പി ദെൻ ക്യൂ. അപ്പോൾ പി ശരിയാണെങ്കിൽ ക്യൂ ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ബൈ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, ഇഫ് എക്സ് ഈസ് ഓഡ് ദെൻ 4x+1 ഈസ് ഓഡ്. എക്സ് ഓടാണെങ്കിൽ 4x+1 ഓടാണെന്ന്. അപ്പം എക്സ് ഓടാണെന്ന് പറഞ്ഞു. ഓഡ് നമ്പറിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമാണ് 2n+1. 4x+1 എക്സിന് പകരം 2n+1 കൊടുത്തു. 4 × 2n+1 +1, 8n + 4 +1. അപ്പോൾ 8n + 4 ഇത് രണ്ടും ഈവൺ. ഈവണിൻ്റെ കൂടെ ഒരു 1 ആഡ് ചെയ്ത ഓടായിരിക്കും, വിച്ച് ഈസ് ഓഡ്. അപ്പോൾ എക്സ് ഓടാണെങ്കിൽ 4x+1 ഓടായിരിക്കും.